എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വീണ്ടും ഒരു വെയിറ്റ് ലോസ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഒരുപാട് പേര് എനിക്ക് മെസ്സേജൊക്കെ അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി ഡയറ്റൊക്കെ നിർത്തിയോ, ഇപ്പോൾ വെയിറ്റ് ലോസ് റെസിപ്പീസ് ഒന്നും കാണുന്നില്ലല്ലോ എന്നൊക്കെ. അപ്പോൾ നമ്മളൊരു ചെറിയ ടൂറൊക്കെ പോയിരിക്കുകയായിരുന്നു, അപ്പോൾ ഡയറ്റൊക്കെ ഒന്ന് നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. വീണ്ടും ഇനിയും സ്റ്റാർട്ട് ചെയ്യണം. വീണ്ടും ആ ഒരു പാത്തിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ ഇന്ന് നല്ലൊരു ഗീ റോസ്റ്റ് പോലെ ഹെൽത്തി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി വെയിറ്റ് ലോസ് ദോശ ഉണ്ടാക്കാനായിട്ട് ഞാൻ 1/2 കപ്പ് ചെറുപയറാണ് കുതിർക്കാനായിട്ട് ഇട്ടിരിക്കുന്നത്. കൂടെ ഒരു 10-20 വെള്ളക്കടലയും കൂടി ഞാൻ കുതിരാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. കുതിരാനിട്ട സമയത്ത് ഞാനിത് കഴുകിയിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇത് നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ നന്നായിട്ട് കഴുകിയിട്ട് കുതിരാനിടുവാണെങ്കിൽ നമ്മൾ വീണ്ടും കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ കഴുകാതെ ഇട്ടിരുന്നത് കൊണ്ടാണ് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് വന്നത്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്ത് അപ്പോൾ തന്നെ നമ്മൾ ചുട്ടെടുക്കുവാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തരിയൊന്നും അധികം വേണ്ട. നമ്മൾ കുറച്ച് നേരം ഫെർമെൻറ്റ് ചെയ്യാനൊക്കെ വെക്കുവാണെങ്കിൽ നമ്മൾ തരിയിട്ട് അരച്ചിട്ട് കാര്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ടാണ് അരച്ചെടുക്കുന്നത്. മിക്സിയുടെ ചെറിയ ജാർ ആയതുകൊണ്ട് തന്നെ വെള്ളം സൂക്ഷിച്ച് ഒഴിക്കണം, ഇല്ലെങ്കിൽ ഇതിൻ്റെ അടപ്പ് തെറിച്ചിട്ട് നമുക്ക് വെള്ളമൊക്കെ ലീക്ക് ആവാനുള്ള സാധ്യതയുണ്ട് അരയ്ക്കുന്ന സമയത്ത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുത്തേക്കുവാണ് കേട്ടോ. അപ്പോൾ മിക്സിയുടെ വലിയ ജാറിൽ കുറച്ചുകൂടെ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ വലിയ ജാറിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്താൽ മതി. ഇതിപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ, നമുക്ക് 2 ദോശയ്ക്കുള്ള മാവേ ഉള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കൺസിസ്റ്റൻസി നമ്മൾ ദോശയ്ക്ക് പരത്തുന്ന ആ ഒരു പാകം ഉണ്ടല്ലോ, ആ പാകത്തിന് ആയിട്ടില്ലെങ്കിൽ അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്തിട്ട് വേണം നമ്മൾ ദോശമാവ് പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഒരുപാട് വെള്ളം ആദ്യം തന്നെ ഒഴിക്കരുത്. ഞാൻ പിന്നെ ഇതിലേക്ക് വേറെ ഒന്നും ചേർക്കുന്നില്ല, ഉപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ പച്ചമുളക് ചേർത്ത് അരയ്ക്കാം, അല്ലെങ്കിൽ മിൻറ്റ് ലീവ്സോ മറ്റേ മല്ലിയിലയോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ടേസ്റ്റിന് ഇഷ്ടമുള്ളത് ചേർത്ത് അരയ്ക്കാവുന്നതാണ്. ദോശക്കല്ല് നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ട് നൈസായിട്ട് പരത്തിയെടുക്കാം. ഇത് വേണമെങ്കിൽ കട്ടി ദോശയായിട്ടും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാൻ നൈസായിട്ട് അങ്ങ് പരത്തി കുറച്ച് നെയ്യൊക്കെ ചേർത്തൊന്ന് മൊരിയിച്ച് നല്ലൊരു ഗീ റോസ്റ്റ് പോലെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. ഇതിപ്പോൾ ഡയറ്റൊന്നും ചെയ്യാതെ അല്ലാത്തവർക്കും ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള മാവ് ഇതാ ഇത്രയുണ്ട്, ഒരു ദോശയ്ക്കും കൂടെ ഉള്ള മാവുണ്ട്. അപ്പോൾ ഇത് ഞാനൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിനകത്താക്കി ഫ്രിഡ്ജിലേക്ക് വെക്കും. അപ്പം നാളെയോ വൈകുന്നേരമോ എപ്പോഴാണോ നമുക്ക് ഇനിയും ദോശ കഴിക്കാൻ ആവശ്യമുള്ളത് ആ സമയത്തെടുത്ത് ചുട്ടാൽ മതി. ഇതൊന്ന് ആ മാവൊക്കെ ഒന്ന് സെറ്റായപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് നെയ്യൊന്ന് ചേർത്ത് ഒന്ന് മൊരിയിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല ഗീ റോസ്റ്റ് പാകത്തിന് നമുക്ക് കിട്ടും. പിന്നെ എനിക്കൊരു സ്വഭാവം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഏത് ദോശ ഉണ്ടാക്കിയാലും ഒന്ന് മറിച്ചിടാതെ എടുത്ത് കഴിക്കാനായിട്ട് എനിക്കൊരു തൃപ്തിയാവത്തില്ല. ഈവൻ നമ്മൾ മസാല ദോശ ഉണ്ടാക്കുവാണെങ്കിലും സാധാരണ ദോശയിൽ ഇങ്ങനെ ആക്കിയിട്ട് മസാല വെച്ച് മടക്കി ഇങ്ങനെ എടുക്കുമല്ലേ ചെയ്യൽ. ഞാനൊന്ന് തിരിച്ചിട്ട് ആ വശം കൂടി ഒന്ന് മൊരിയിച്ചതിന് ശേഷം വീണ്ടും തിരിച്ചിട്ടിട്ട് മസാലയൊക്കെ വെച്ചിട്ടാണ് മടക്കുന്നത് കേട്ടോ. ഇപ്പോൾ നമുക്ക് ഇതിൽ പൊട്ടറ്റോ ഒന്നും ചേർക്കാത്ത നല്ല വെജിറ്റബിൾസ് ഇട്ടിട്ടുള്ള മസാല വേണമെങ്കിൽ എടുത്ത് ഫില്ല് ചെയ്ത് മസാല ദോശയായിട്ട് വേണമെങ്കിലും കഴിക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിന് കൂട്ടത്തിൽ സാമ്പാറൊക്കെ എടുക്കുന്നുണ്ട്, അപ്പോൾ ഞാൻ മസാലയൊന്നും ആക്കിയിട്ടില്ല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് നെയ്യൊക്കെ ചേർത്തിട്ട് നമുക്കൊന്ന് തിരിച്ചും മറിച്ച് വിട്ട് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം. മറിച്ചിട്ടിട്ട് ഞാൻ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബ്രഷ് കൊണ്ടാകുമ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റി കൂടി പോകത്തുമില്ല, എന്നാൽ നന്നായിട്ട് എല്ലായിടത്തും സ്പ്രെഡ് ആവുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ബ്രഷ് വെച്ചിട്ട് ചെയ്യുന്നത് കേട്ടോ. സ്പൂണിൽ വേണമെങ്കിൽ മെൽറ്റ് ചെയ്ത നെയ്യ് നമുക്കെടുത്തിട്ട് ഒഴിച്ചു കൊടുത്ത് സാധാരണ ചെയ്യുന്ന പോലെ ചെയ്താലും മതി. അതൊക്കെ അവരവരുടെ സൗകര്യത്തിന് ചെയ്യുക. അപ്പം നമ്മൾ തിരിച്ചും മറിച്ചു വിട്ട് നെയ്യ് ചേർക്കുമ്പോൾ ഒരുപാട് നെയ്യായി പോകുന്നില്ല എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടാവും. പക്ഷേ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നെയ്യൊക്കെ കഴിച്ച് തന്നെ വേണം നമ്മൾ ഡയറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ തിരിച്ചും മറിച്ചു വിട്ടിട്ട് നമുക്ക് നന്നായിട്ട് മൊരിയിച്ചെടുക്കാം. ഇതിപ്പോൾ നമ്മൾ നല്ല നൈസായിട്ട് പരത്തിയാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഇച്ചിരി കട്ടിക്കുള്ള ദോശ ഉണ്ടാക്കുവാണെങ്കിൽ നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ചപ്പാത്തിയൊക്കെ പൊള്ളി വരുന്നത് പോലെ പൊള്ളി വരാറുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ ഉണ്ടാക്കി എടുക്കാറുണ്ട്. ഇന്നിപ്പം നല്ല നൈസായിട്ട് ഞാനങ്ങ് ഗീ റോസ്റ്റ് പോലെ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ടി ദോശ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ കുറച്ച് സമയം കൂടി ഒന്ന് വേവാനായിട്ട് വെക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചെറുപയർ ഗീ റോസ്റ്റ്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ, നല്ല ടേസ്റ്റിയാണ്. ഉള്ളതുപോലെ പറയണമല്ലോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിതിൻ്റെ കൂടെ എന്ത് കോമ്പിനേഷനിലുള്ള കറി വേണമെങ്കിലും ഉപയോഗിക്കാം. കടലക്കറിയോ നമ്മൾ സാധാരണ ദോശയ്ക്ക് എന്തൊക്കെ കോമ്പിനേഷനിൽ കഴിക്കുന്നോ അതെല്ലാം നമുക്കിതിൻ്റെ കൂടെയും കഴിക്കാവുന്നതാണ്. നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാക്കിയെടുത്താൽ നല്ല ടേസ്റ്റാണ്. അല്ലാത്ത രീതിയിലുള്ള കട്ടി ദോശ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ചമ്മന്തി എടുക്കുന്നുണ്ട്, ഒരു ബൗള് സാമ്പാർ എടുക്കുന്നുണ്ട്. വെയിറ്റ് ലോസിന് വേണ്ടി ഡയറ്റ് ചെയ്യുന്നവർ
പൊട്ടറ്റോയും ചേന അങ്ങനത്തെ ഒന്നും ഇടാത്ത സാമ്പാറാണ് എടുക്കേണ്ടത്. അതിന് പകരം നന്നായിട്ട് വെള്ളരിക്കയും കുമ്പളങ്ങയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി ഞാനൊന്ന് കഴിക്കട്ടെ. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. എല്ലാവരും സേഫായിട്ടിരിക്കുക. താങ്ക് യു.